എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മഴ സമയത്തുള്ള അലേർട്ടുകളെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടത്തും കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പുറപ്പെടുവിച്ചിരുന്നു. ഈ വർണ്ണക്കോഡ് ചെയ്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? വ്യത്യസ്തമായി വരാനിരിക്കുന്ന കാലാവസ്ഥാ സംഭവങ്ങളെയും അവയുടെ തീവ്രതയും കുറിച്ച് ആളുകളെ അറിയിക്കാൻ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കളർ കോഡ് അലേർട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. മഴ, മഞ്ഞുവീഴ്ച, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ആലിപ്പഴം, പൊടിക്കാറ്റ്, ചൂട് തരംഗങ്ങൾ, തണുത്ത തിരമാലകൾ എന്നിവ പോലുള്ള പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിലാണ് ഈ അലേർട്ടുകൾ നൽകുന്നത്. ഈ കളർ കോഡുകൾ എപ്പോൾ നൽകണം എന്ന് തീരുമാനിക്കുന്ന ചില പാരാമീറ്ററുകൾ ഉണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട്. ശക്തമോ അതിശക്തമോ ആയ മഴ പ്രവചിക്കപ്പെടുന്ന മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതനുസരിച്ച് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ തീവ്രത പുറത്തു കൊണ്ടുവരുന്നതിന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കളർ കോഡുകൾ ഉപയോഗിക്കുന്നു. ഈ മുന്നറിയിപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും വേണ്ടത്ര വിഭവങ്ങളുമായി തയ്യാറാകണമെന്നും വരാനിരിക്കുന്ന കാലാവസ്ഥാ ദുരന്തത്തെ നേരിടാൻ ആസൂത്രണം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഫസ്റ്റ് പോസ്റ്റ് അനുസരിച്ച് കാലാവസ്ഥാ സാഹചര്യത്തിന് നൽകിയിരിക്കുന്ന നിറങ്ങൾ 5 ദിവസത്തെ പ്രവചന സ്കീമിന് കീഴിൽ IMD തീരുമാനിക്കുന്നു. ഇംപാക്റ്റ് അധിഷ്ഠിത മുന്നറിയിപ്പിനുള്ള കളർ കോഡ് സംബന്ധിച്ച് വിലയിരുത്തലിൽ കാലാവസ്ഥാ ഘടകങ്ങൾ, ജലശാസ്ത്ര ഘടകങ്ങൾ, ജിയോ ഫിസിക്കൽ ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അവ അപകട സാധ്യതയും ആഘാതവും നിർണ്ണയിക്കാൻ പരസ്പരം ഇടപഴകി ചേർക്കാൻ IMD പ്രകാരം എല്ലാ കേന്ദ്രങ്ങൾക്കും വർണ്ണക്കോഡ് മാനദണ്ഡം ഒന്നുതന്നെയാണെങ്കിലും നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പൊതുവായ സ്വഭാവമുള്ളതിനാൽ സബ് ഡിവിഷനിൽ മുന്നറിയിപ്പ് സമാനമാകണമെന്നില്ല. അതിനാൽ ഇത് ഓരോ സംസ്ഥാനത്തിലും വ്യത്യസ്തമായിരിക്കാം. 4 കളർ കോഡുകൾ ഉണ്ട്: പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള സാധ്യതയുടെയും പരമാവധി 5 ദിവസത്തേക്ക് സാധ്യതയുള്ള ആഘാതത്തെപ്പറ്റി അടിസ്ഥാനമാക്കിയുള്ള മുന്നറിയിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ നടത്തുന്നത്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്? മഴയുടെ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ 24 മണിക്കൂറിൽ 64 മില്ലിമീറ്ററിൽ താഴെ മഴ പെയ്യണമെന്നാണ് ഗ്രീൻ കോഡ്. പ്രതീക്ഷിക്കുന്ന മഴ 64.5 മില്ലിമീറ്ററിനും 115.5 മില്ലിമീറ്ററിനും ഇടയിലാണെങ്കിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കും. ഒരു ദിവസം 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്താൽ ഓറഞ്ച് അലേർട്ട്. 24 മണിക്കൂർ ദൈർഘ്യത്തിൽ 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുമ്പോൾ റെഡ് അലേർട്ട് നൽകും. ഈ അലേർട്ടുകൾ പ്രധാനമായും ബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ആ പ്രത്യേക സാഹചര്യത്തിൽ അവർ എങ്ങനെ പ്രതികരിക്കണം എന്നതുമാണ് സൂചിപ്പിക്കുന്നത്. ഇടിമിന്നലുള്ള സമയത്ത് കാറിൻ്റെ വേഗതയാണ് പുറപ്പെടുവിച്ച് അലേർട്ട് തീരുമാനിക്കുന്നത്. മൂടൽ മഞ്ഞുള്ള സാഹചര്യങ്ങളിൽ വിസിബിലിറ്റി ലിമിറ്റ് നിർണ്ണയിക്കുന്ന ഘടകമായി മാറുന്നു. പൊടിക്കാറ്റിൻ്റെ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ കാറ്റിൻ്റെ വേഗതയും വിസിബിലിറ്റിയും കണക്കിലെടുക്കുന്നു. ഈ കളർ കോഡുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. പച്ച: ഉപദേശമൊന്നുമില്ല. ഒരു കാലാവസ്ഥാ സംഭവം ഉണ്ടായേക്കാമെങ്കിലും അതിന് ഒരു തരത്തിലുള്ള ഉപദേശവും നൽകേണ്ടതില്ല എന്നാണ്. മഞ്ഞ അലേർട്ട് മോശം കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. മഴ ശക്തി പ്രാപിച്ചു വരുമ്പോൾ തന്നെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശമാണ് യെല്ലോ അലേർട്ട്. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഓറഞ്ച് അലേർട്ട് എന്നാൽ തയ്യാറായിരിക്കുക. ഗതാഗതം, റെയിൽ, റോഡ്, വായു എന്നിവയ്ക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാവുന്ന വളരെ മോശം കാലാവസ്ഥ പ്രതീക്ഷിക്കുമ്പോൾ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിക്കുന്നു. ഇലക്ട്രിസിറ്റി വിതരണത്തിലും തടസ്സമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റെഡ് അലേർട്ട് എന്താണെന്ന് നോക്കാം. വളരെ മോശമായ കാലാവസ്ഥ ഗതാഗതത്തെയും ഇലക്ട്രിസിറ്റി വിതരണത്തെയും തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പാണ് റെഡ് അലേർട്ട്. അത് ജീവനും ഭീഷണിയും സൃഷ്ടിച്ചേക്കാം. തീരപ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും റിസോർട്ടുകൾ അടച്ച് ടൂറിസ്റ്റുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു.
റെഡ് അലേർട്ട് മേഖലകളിൽ 24 മണിക്കൂർ തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഉണ്ടാകുന്നതാണ്. ഈ മേഖലകളിൽ ഉള്ള ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്